പരാജയങ്ങൾ ആർക്കൊക്കെ എന്നറിയാൻ കാത്തിരിക്കുന്ന കൈരളി പ്രേക്ഷകർക്ക് അശ്വമേധത്തിലേക്ക് സ്വാഗതം. ഇത് യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോലാബ്, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് SBI. സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. താങ്ക് യു. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. വികാരപൂർണമായല്ല കലയെ സ്നേഹിക്കേണ്ടത് എന്ന് ഗിയോർഗ് ഗുർദീഫ്. ഗുർദീഫിൻ്റെ ഈ വാചകം എഴുതിയതിനു ശേഷം, ക്ഷമിക്കണം മാസ്റ്റർ, എല്ലാ വികാരത്തോടും കൂടി ഞാൻ കലയെ സമീപിക്കട്ടെ എന്ന ആമുഖക്കുറിപ്പോടുകൂടി പ്രസിദ്ധീകൃതമായ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കും ഗ്രന്ഥകാരനിലേക്കും കടന്നു വരുന്നതിനു മുൻപ് കേരളത്തിലെ പ്രേക്ഷകർ അവരുടെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ കാഴ്ചയ്ക്ക് പാത്രമായ ഈ വൈജ്ഞാനിക യാത്രയിലേക്ക് സ്വാഗതം. യൂണിടേസ്റ്റ് അശ്വമേധം പ്രസന്റഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, ലൂമിനാർ ടെക്നോലാബ്, യെല്ലോ ക്ലൗഡ്, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് SBI. ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥി എഴുതിയ പുതിയ പുസ്തകങ്ങളിൽ ഒന്നിൻ്റെ ആമുഖക്കുറിപ്പിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തമാശയ്ക്ക് പറഞ്ഞാൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ലഹരി മരുന്നുകൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ ലീഗലായി തന്നെ കേരളത്തിൽ കഞ്ചാവ് വിറ്റു. ഒന്നല്ല, ഒരുപാട് പേരുടെ വീടുകളിലേക്ക്, അവരുടെ കാഴ്ചയിലേക്ക്, അവരുടെ മനസ്സുകളിലേക്ക് കഞ്ചാവ് എത്തി. കാരണം കഞ്ചാവ് ആ പുസ്തകത്തിൻ്റെ പേരാണ്. മലയാളിക്ക് ഏറെ പ്രിയങ്കരനായ ആ എഴുത്തുകാരനെ, ഉജ്ജ്വലനായ ആ സാംസ്കാരിക പ്രവർത്തകനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലിജീഷ് കുമാർ, വാക്ക് ഇൻ പ്ലീസ്. ലിജീഷ്, സ്വാഗതം. താങ്ക് യു. ലിജീഷ്, വികാരപൂർണമായ അല്ലാതെ കലയെ മാത്രമല്ല ഈ ലോകത്തിലെ ഒന്നിനെയും നമുക്ക് സമീപിക്കാൻ കഴിയില്ല, അല്ലേ? അതെ. നമ്മുടെ കൺമുന്നിലെ ഓരോ കാഴ്ചയെയും, നമ്മുടെ സൗഹൃദങ്ങളെയും, നമ്മുടെ ഓർമ്മകളെയും, നമ്മുടെ അറിവിനെയും പോലും വികാരപരമായി തന്നെയാണ് നമ്മൾ സമീപിക്കുന്നത്. തീർച്ചയായും അതെ. ഞാൻ എപ്പോഴും അങ്ങേയറ്റം ആത്മാർത്ഥമായി ഒന്നിനെ കാണുക എന്നത്, ഏറ്റവും വികാരത്തോടുകൂടെ അതിനെ ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് എന്ന ബോധ്യത്തോടുകൂടെ മാത്രം എഴുതുകയും ജീവിക്കുകയും ചെയ്ത ഒരാളായിരുന്നു. ടോട്ടൽ ആൻഡ് കണ്ടിന്യൂവസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻറ്റ്, TCDI എന്ന് പറയും. ഞാൻ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ചെറിയ സെഷനുകളിലൊക്കെ പറയാറുണ്ട്. അവരൊക്കെ ചോദിക്കും, ഈ ഓർമ്മശക്തിയുടെ രഹസ്യം എന്താണ്? അങ്ങനെ വലിയ ഓർമ്മയൊന്നും എനിക്കില്ല, കുറച്ചാളുകളൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇതാണ്. പത്രം വായിക്കാറുണ്ടോ അനീഷ? അങ്ങനെ ഇല്ല, വായിക്കാറുണ്ട്. ഏതാ പത്രം വായിക്കുന്നത്? ലിജീഷ് ഏത് പത്രം വായിക്കുന്നത്? ഞാനൊരു 3-4 പത്രങ്ങൾ ദിവസവും വായിക്കാറുണ്ട്. ഞാൻ മാതൃഭൂമി വായിക്കാറുണ്ട്. ഇന്നലത്തെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലെ രണ്ടാമത്തെ വാർത്ത ഏത് എന്ന് ചോദിച്ചാൽ ഓർമ്മ കാണാൻ വഴിയില്ല. ഉണ്ടല്ല. ലിജീഷ് എഴുതിയ വികാരപൂർണമായ സമീപനം തന്നെയാണ്. എൻ്റെ 5ാമത്തെ വയസ്സിലാണ് എൻ്റെ അമ്മ മരിച്ചത് എന്ന് കരുതൂ. എനിക്കിപ്പോൾ 100 വയസ്സായി എന്നും കരുതൂ. അപ്പോൾ 95 വർഷമായി അമ്മയെ കണ്ടിട്ട് ഞാൻ അമ്മയുടെ പേര് മറക്കുമോ? ഇല്ല. നിങ്ങളാണെങ്കിൽ മറക്കുമോ? ആരെങ്കിലും മറക്കുമോ? പക്ഷേ ഇന്നലത്തെ പത്രത്തിൽ വായിച്ച മിഷേല ഭാഷയിൽ എന്ന ചിലിയൻ ലീഡറിൻ്റെ പേര് പക്ഷേ നമ്മൾ ഇന്നും മറന്നു പോകും. കാരണം അമ്മ നമുക്കൊരു വികാരമാണ്, ലയിച്ചു ചേർന്ന വികാരം. മറ്റൊന്ന് ഉപരിപ്ലവമായ ഒരു ഇൻഫർമേഷൻ. താങ്കളുടെ ആ വാചകം എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നു. ക്ഷമിക്കണം മാസ്റ്റർ, തീക്ഷ്ണമായ വികാരത്തോടു കൂടി മാത്രമേ എനിക്ക് കലയെ സമീപിക്കാൻ കഴിയൂ. ലിജീഷ് പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ലിജീഷിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാതിരിക്കും, ലിജീഷിനെ കുറിച്ച് കൂടുതൽ പറയും. സാർ ഇപ്പോൾ ആമുഖമായി പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും സുന്ദരമായി കാണണം എന്നാഗ്രഹിക്കുന്ന, ഇന്നോളം ലോകത്ത് സുന്ദരമായി കണ്ടതിനെ എല്ലാം എഴുതണം എന്നാഗ്രഹിക്കുന്ന ഒരാളെന്ന് പറയുന്നതാവും കുറച്ചുകൂടെ എളുപ്പം. കഞ്ചാവ് ഒരു ബെസ്റ്റ് സെല്ലറായി മാറി. കഞ്ചാവ് ആളുകൾ സ്നേഹിച്ചു, കുറേ കൂടെ അതിനെ ചേർത്ത് പിടിച്ചു. എനിക്ക് തോന്നുന്നത്
അവർക്കും കുറേ കൂടെ ആത്മാർത്ഥമായി തൊട്ടറിയാൻ കഴിയുന്ന കുറേ മനുഷ്യർ അതിൻ്റെ ഉള്ളടക്കമായി വരുന്നത് കൊണ്ടാവണം. വായിച്ചിട്ടില്ലാത്ത പ്രേക്ഷകരുണ്ടാകും ആ പുസ്തകത്തിനെ കുറിച്ചൊന്ന് പരാമർശിച്ചു പോവാം, അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച്. എൻ്റെ ചെറുപ്പകാലത്ത് ഇന്ന് ലഹരിയുടെ വൈവിധ്യങ്ങളൊക്കെ ലോകം ചർച്ച ചെയ്യുമ്പോഴും അല്പം പേടിയോടെയാണെങ്കിലും കൗതുകത്തോടെയാണെങ്കിലും ഒക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ലഹരിയുടെ എക്സ്ട്രീം എന്ന് പറയുന്നത് കഞ്ചാവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ലഹരി പിടിപ്പിച്ച മനുഷ്യരെ എഴുതുമ്പോൾ അതിനെന്ത് പേരിടും എന്നാലോചിച്ചപ്പോൾ കഞ്ചാവാണ് അതിനേറ്റവും ബെറ്ററായ ഒരു പേര് എന്ന തോന്നലാണ് എനിക്കുണ്ടായത്. സത്യത്തിൽ ആ പുസ്തകത്തിന് കഞ്ചാവുമായി ബന്ധമില്ല. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തും ദുർബലമായ ഒരു ചെടിയുടെ പേരല്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ അധ്യായം ശ്രീ മോഹൻലാലിനെ കുറിച്ചോ മറ്റോ. അതെ, മോഹൻലാലിനെ കുറിച്ച്. താങ്കളെ വിഭ്രമിപ്പിച്ച, താങ്കളെ ലഹരി പിടിപ്പിച്ച പ്രതിഭാശാലികൾ അല്ലെങ്കിൽ മനുഷ്യർ, അവരെക്കുറിച്ചുള്ള ഓർമ്മയ്ക്ക് ഒരു ലഹരിയുടെ പേരിട്ടു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. സുഖം. തിരിച്ച് പ്രദീപേട്ടനോട് ഞാൻ ചോദിക്കട്ടെ, പ്രദീപേട്ടന് ഏറ്റവും ലഹരി പിടിപ്പിച്ച, ഏറ്റവും അസൂയ തോന്നിയ ഒരു സിനിമാക്കാരനെ പറയാൻ പറഞ്ഞാൽ, ഒരു ആർട്ടിസ്റ്റിനെ പറയാൻ പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും പറയുക? ആദരവ് തോന്നിയ ആർട്ടിസ്റ്റുകൾ, ആരാധന, അങ്ങേയറ്റത്തെ ആരാധന, അചുംബിതമായ ഉയരത്തിൽ നിൽക്കുന്ന ആളുകളോടൊക്കെ, ശ്രീ മമ്മൂട്ടിയോടൊക്കെ കടുത്ത ആരാധനയുണ്ട്. പക്ഷേ എനിക്ക് അസൂയ തോന്നിയ ഒരു നടനുണ്ട്. ആ നടൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അസൂയയോടെ കാണുന്ന നടൻ്റെ പേര് പൂർണ്ണം വിശ്വനാഥൻ എന്നാണ്. ചിത്രം സിനിമയിൽ രഞ്ജിനിയുടെ അച്ഛനായി അഭിനയിച്ച നടനാണ് പൂർണ്ണം വിശ്വനാഥൻ. അദ്ദേഹം ഒരുപാട് തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. മൂന്നാം പിറയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോടുള്ള അസൂയ എന്നറിയോ? അദ്ദേഹം ഡൽഹിയിൽ ആണ് ആ ചെറുപ്പകാലത്ത് ജോലി ചെയ്തത്. അവിടെ അദ്ദേഹം ജോലി ചെയ്തപ്പോൾ ഈ ഇൻഫർമേഷൻ അസിസ്റ്റൻ്റായിട്ടൊക്കെ ജോലി കിട്ടി, അനൗൺസറായി ജോലി കിട്ടി. പൂർണ്ണം വിശ്വനാഥനാണ് ഇന്ന് 140 കോടിയിൽ പരം പേർ വരുന്ന ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആദ്യമായി ഈ രാജ്യത്തെ അറിയിച്ചത് 1947 ഓഗസ്റ്റ് 15 രാവിലെ റേഡിയോയിലൂടെ ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻ്റ് എന്ന വാർത്ത ആദ്യമായി രാജ്യത്തെ അറിയിക്കാനുള്ള അവസരം കിട്ടിയത് പൂർണ്ണം വിശ്വനാഥൻ എന്ന അനൗൺസറിനാണ്. രാജ്യം സ്വതന്ത്രമായെന്ന് ഈ ലോകത്തിനോട് വിളിച്ചു പറയാൻ അവസരം കിട്ടിയ ഒരു പ്രക്ഷേപണ കലാകാരനോട് തോന്നുന്ന അസൂയ തീർച്ചയായും അദ്ദേഹത്തോട് അങ്ങേയറ്റമാണ്. എല്ലാവരും കൊതിച്ചു പോകുന്ന ഒന്നല്ലേ നമ്മുടെ രാജ്യം ഇതാ സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് അവസരം കിട്ടിയെങ്കിലോ എന്ന്. അതൊരസൂയയാണ്. ഈ നോട്ടം, സാറിപ്പോൾ നോക്കിയ ഒരു നോട്ടം, ഈ ആംഗിളിൽ മനുഷ്യരെ നോക്കാൻ കഴിയണം. മറ്റാരും നോക്കാത്ത, മറ്റാരും കാണാത്തൊരു കണ്ണിലൂടെ മനുഷ്യരെ കാണാൻ കഴിയണം എന്ന തോന്നലാണ് എപ്പോഴും കലയിൽ എങ്ങനെ ഇടപെടുമ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാവാറുള്ളത്. അത് എഴുത്തിൽ മാത്രമല്ല, ഞാൻ പറയാറുണ്ട്, ഒരാൾ പ്രസംഗകരിൽ നിന്നും മികച്ച പ്രസംഗകനാകുന്നത് അയാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് അതിൻ്റെ ഒടുവിൽ മാത്രം കേൾവിക്കാർക്ക് മനസ്സിലാവുകയും അവരിലൊരു വിഭ്രമം ഉണ്ടാവുകയും അവരുടെ ഹർഷാരവത്തിനത് കാരണമാവുകയും ചെയ്യുന്ന പരിണാമഗുപ്തിയുണ്ടല്ലോ, അതാണ് ഒരു സംഭാഷകൻ്റെയും മികച്ച ഉത്തരവാദിത്വം. വളരെ സന്തോഷം ലിജീഷ്. സന്തോഷം. ഇനിയൊരു കാര്യം പറയട്ടെ, ലിജീഷ് വലിയ സുന്ദരനാണ് കേട്ടോ. നല്ല ചിരിയാണ്. അശ്വമേധം കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ടായിരുന്നു. പണ്ട് കാണുമായിരുന്നോ അതോ? പണ്ട് കാണുമായിരുന്നു. ഇപ്പോഴും കണ്ടു? ഇപ്പോഴും കണ്ടു. ഇപ്പോഴത്തെ കാഴ്ചയിൽ പക്ഷേ ഒരു ചെറിയ അപകടമുണ്ട്. പഴയതിനേക്കാൾ നല്ല അപകടമാണത്. ആ ഭാഗമാണ് എൻ്റെ ടെൻഷനും. ആദ്യത്തെ സെഗ്മെൻറ്റ് ലിജീഷിന് വളരെ പ്രിയപ്പെട്ട ഒന്നിനെക്കുറിച്ചാകും ഞാൻ സൂചന തരുന്നത്. റെഡി? ലിജീഷിൻ്റെ വാക്കുകളിലുള്ള വളരെ കൃത്യമായ സുതാര്യത, എഴുത്തിൽ സൂക്ഷിക്കുന്ന ആ സുതാര്യത തുടർന്നും കാത്തു സൂക്ഷിക്കാൻ ലിജീഷിന് കഴിയട്ടെ. ആത്മാർത്ഥമായ ആശംസകൾ. തുടങ്ങാം. ലിജീഷ് എന്ന ഈ എഴുത്തുകാരനോടൊപ്പം വികാരപരമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായി വേണം മുന്നിൽ കാണുന്ന എന്തിനേയും സമീപിക്കാൻ എന്ന് കാഴ്ചപ്പാടുള്ള ഈ സുഹൃത്തിനോടൊപ്പം അശ്വമേധത്തിൻ്റെ ആദ്യ സെഗ്മെൻറ്റിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ലിജീഷ് കണ്ടെത്തേണ്ടത് ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ അല്ല. ലിജീഷിന് വളരെ പരിചിതമായ ഒന്നിനെയാണ്. ആ ഒന്ന് എന്ത് എന്നാണ് കണ്ടെത്തേണ്ടത്. ആ ഒന്നിന് ഇങ്ങനെയും ഒരു പേരുണ്ട്. ഇന്ദ്രവിഴ എന്നും അതിനൊരു പേരുണ്ട്. അറിയില്ല.
അത് 1 കോടി രൂപയ്ക്ക് വേണ്ടി അശ്വമേധം കളിക്കാനുള്ള അവസരമാണ്. അടുത്ത സൂചനയിലേക്ക് കടക്കാം. അടുത്ത സൂചന, NV കൃഷ്ണവാര്യരുടെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഗാന്ധിയും ഗോഡ്സെയും ഒക്കെ. ഇത് NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ പുരാതന ഇറാഖിലെ അസീറിയയിലെ സിഗുറായി ക്ഷേത്രങ്ങളിലാണ് ആ ഒന്ന് ആരംഭിച്ചത് എന്ന് പറഞ്ഞത് NV കൃഷ്ണവാര്യനാണ്. മൂന്നാമത്തേതിലേക്ക് പോകട്ടെ. മാങ്കുടി മരുത്തനാരും ആ ഒന്നിൻ്റെ പ്രചാരകനായിരുന്നു. നാലാമത്തെ സൂചനയിലേക്ക് പോകാം. മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗന്റെ കണ്ടെത്തലനുസരിച്ച് ആ ഒന്ന് ആരംഭിച്ചത് സത്യത്തിൽ ഭാസ്കര രവിവർമ്മ എന്ന ഭരണാധികാരിയാണ്. വില്യം ലോഗൻ പറയുന്നു അത് ആരംഭിച്ചത് ഭാസ്കര രവിവർമ്മയാണെന്ന്. NV കൃഷ്ണവാര്യർ പറയുന്നു അസീറിയയിലെ സിഗുറായി ക്ഷേത്രങ്ങളിലാണ് അത് ആരംഭിച്ചത് എന്ന്. മാങ്കുടി മരുത്തനാരും അത് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രചാരകനായി കൂടിയായിരുന്നു മാങ്കുടി മരുത്തനാർ. അതിന് ഇന്ദ്രവിഴ എന്നും ഒരു പേരുണ്ട് ചരിത്രമനുസരിച്ച്. അഞ്ചാമത്തെ സൂചനയിലേക്ക് പോകാം. അവസാനത്തെ സൂചന അത് താങ്കൾക്ക് ഏറെ പരിചിതനായ ഒരു വലിയ സാമൂഹ്യ വിപ്ലവകാരിയുമായി ബന്ധപ്പെട്ടൊരു സൂചനയാണ്. ഇത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ്റെ കവിതയിലെ വരികളാണ് എന്നാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നതും ചില രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും. ആ ഒന്നിൻ്റെ ആഘോഷകാലത്ത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആടിപ്പാടുന്ന ആ പാട്ട്, എല്ലാവരും ഒന്നുപോലിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആ പാട്ട് സഹോദരൻ അയ്യപ്പൻ്റെ കവിതയിലെ വരികളാണെന്ന് തന്നെയാണ് രേഖകൾ ഉള്ളത്. ആ ഒന്നിൻ്റെ തീം സോങ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ആ ഒന്നിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ പാടുന്നത് ആ പാട്ടാണ്. തിരുവോണം. നമുക്ക് ആ സൂചനകളിലേക്ക് പോകാം. ഇനി ഇന്ദ്രവിഴ എന്നായിരുന്നു തിരുവോണത്തിൻ്റെ ചരിത്രരേഖകളിലുള്ള ഒരു പേര്. ഇന്ദ്രൻ്റെ വിജയത്തിനെ ആസ്പദമാക്കിയാണ് ഓണാഘോഷം നടന്നത് എന്ന് ചിലർ. NV കൃഷ്ണവാര്യർ പറയുന്നു അസീറിയയിലെ സിഗുറായി ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആഘോഷമാണ് സത്യത്തിൽ ഓണം എന്ന്. മാങ്കുടി മരുത്തനാറാണ് ഓണം ആഘോഷിച്ചതും പ്രചരിപ്പിച്ചതും എന്ന് ദ്രാവിഡ ചരിത്ര രേഖകൾ. നാലാമത്തേത് മലബാർ മാനുവലിൽ വില്യം ലോഗൻ എഴുതിയിരിക്കുന്നു ഭാസ്കര രവിവർമ്മയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഓണം എന്ന ആഘോഷം ആവിർഭവിപ്പിച്ചത് എന്ന്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാഴുന്ന ആ കാലഘട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഓണത്തിൻ്റെ ഗാനം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ ഗാനം എഴുതിയത് മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ്. ശരിയാണ്, തിരുവോണത്തെക്കുറിച്ചാണ്, ഓണത്തെക്കുറിച്ചാണ് ഞാൻ സൂചന തന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും പരിചയപ്പെട്ട ഏത് മലയാളിക്കും ഇഷ്ടപ്പെട്ട ഒന്നിനെക്കുറിച്ചാണ് സൂചന. ഓണം ഒരു ലഹരിയാണ് അല്ലേ? അതെ. സത്യത്തിൽ ഒരു ഓണം കഴിയുമ്പോൾ ഈ ലഹരിക്കൊരു ഹാങ് ഓവർ ഉണ്ടല്ലോ. ലഹരിയുടെ കാലം കഴിയുമ്പോൾ ഒരു ഹാങ് ഓവറാണ്, പിന്നെ അടുത്ത ലഹരി വേണം എന്ന് പറഞ്ഞതുപോലെ ഒരു ഓണക്കാലം കഴിയുമ്പോൾ അടുത്ത ഓണക്കാലം ഉണ്ടാവും, ഒരു ഇച്ഛാഭംഗം ഉണ്ടാവും. ഓണം തിരുവനന്തപുരത്തൊക്കെ ഘോഷയാത്രയൊക്കെ ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ ഓണം കഴിഞ്ഞു എന്നാണ്, അടുത്ത ഓണത്തിന് വീണ്ടും കാണാം എന്നാണ്. ആരംഭിച്ചാലോ? തുടങ്ങാം. അനീഷ പ്ലീസ്. ഇനി താങ്കൾക്ക് എന്നെ കുഴയ്ക്കാനുള്ള അവസരമാണ്. നോക്കാം. എൻ്റെ മനസ്സിൽ താങ്കൾ വിചാരിക്കാൻ സാധ്യതയുള്ളതായി ഒരു പേര് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ജൂറി, ഈസ് ഇറ്റ് അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രിയങ്കരനായ ലിജീഷും ഒരുമിച്ച്, നന്നായി ചിരിക്കുന്ന, അതിനേക്കാളേറെ ഊർജ്ജസ്വലമായി ചിന്തിക്കുന്ന ഈ എഴുത്തുകാരനോടൊരുമിച്ച്. യാഗം. ലിജീഷ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണ്? അല്ല. അല്ല. ഞാൻ വിചാരിച്ച ആളാകാനുള്ള ചാൻസ് കൂടി. ആ വ്യക്തിയുടെ പ്രധാന പ്രശസ്തി സാഹിത്യമാണ്? അല്ല. വിട്ടു. ഞാൻ ലിജീഷിനെ കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ എന്നെ വളരെ ഭ്രമിപ്പിച്ച ഒരു ഇൻഫർമേഷൻ ലിജീഷിനെ കുറിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് ആകാം എന്ന് ചിന്തിച്ചത്. അത്
മലയാളത്തിലെ സത്യത്തിൽ ആദ്യത്തെ ഫെമിനിസ്റ്റ് റൈറ്റർ എന്ന് പറയാവുന്ന വ്യക്തി. സാക്ഷാൽ പൊന്നിൻ കുടം എഴുതിയ സരസ്വതി അമ്മയാണ്. സരസ്വതി അമ്മയുടെ ജീവിതം പോരാട്ടത്തിൻ്റേതായിരുന്നു. സ്ത്രീ വിമോചനത്തിൻ്റെ ആദ്യത്തെ ശബ്ദമായിരുന്നു എഴുത്തുകാരി എന്നുള്ള നിലയിൽ സരസ്വതി അമ്മയുടേത്. അവരുടെ അവിവാഹിതയായിരുന്നു. അവരുടെ സഹോദരിയുടെ മകനായ സുഖു എന്ന വ്യക്തിയോടൊപ്പമായിരുന്നു താമസിച്ചത്. പിന്നീട് എന്തോ പ്രശ്നങ്ങളുണ്ടായി, സുഖു മരിച്ചു. സഹോദരിയാകട്ടെ സരസ്വതി അമ്മയുടെ എല്ലാ കൃതികളും ഒരുമിച്ചിട്ട് ചുട്ട് ചാമ്പലാക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ട്രാജഡിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പേരിലുള്ള സരസ്വതി അമ്മ പുരസ്കാരം കഴിഞ്ഞ വർഷം ലിജീഷിനാണ് ലഭിച്ചത് എന്ന് ഞാൻ വായിച്ചു. ശരിയല്ലേ? ശരിയാണ്. അതുകൊണ്ട് തന്നെ കെ സരസ്വതി അമ്മയെ ലിജീഷ് വിചാരിച്ചേക്കാം എന്നെൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. അല്ല, ശരി, വിടാം. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. 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 സൗത്ത് ഇന്ത്യൻ? അല്ല. ഇന്ത്യൻ വനിത, 50 വയസ്സിന് താഴെ പ്രായം, സൗത്ത് ഇന്ത്യൻ അല്ല. സ്പോർട്സ്? അല്ല. സ്പോർട്സ് അല്ല. അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം? ഇതുമായി ബന്ധമുണ്ട്. ഉണ്ട്. ഇതിലൊന്നാണ് അവരുടെ പ്രധാന മേഖല, അല്ലേ? അതെ. എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറെയും പ്രശസ്തിയുണ്ട്? ഉണ്ട്, അങ്ങനെയും പറയാം. ഈ മേഖല, ഇതിലൊന്നുമായി ബന്ധമുള്ള മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയമാണോ? അല്ല. രാഷ്ട്രീയവുമല്ല, സാഹിത്യവുമല്ല. താങ്ക് യു. അത് ഞാൻ ചോദിച്ചില്ല, ചോദിക്കാതെ പറഞ്ഞു തന്നു. 10 ചോദ്യങ്ങൾ യജ്ഞം. പെർഫോമിംഗ് ആർട്ടാണോ? അങ്ങനെയും പറയാം. പക്ഷേ നമ്മളുടെ ഒരു ക്ലീഷേ പെർഫോമിംഗ് അല്ല, ആർട്ടിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, പെർഫോമിംഗ് ആർട്ടും ക്രിയേറ്റീവ് ആർട്ടും. പക്ഷെ അവിടെ എനിക്കൊരു ഹിൻഡ് കിട്ടിയത് ക്ലീഷയായി നമ്മൾ പറയുന്ന പെർഫോമിംഗ് ആർട്ടല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നാടകം, സിനിമ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇൻ്റലക്ച്വൽ ആർട്ട്, ജേർണലിസ്റ്റിക് ഓർ മീഡിയ ആർട്ട്, കുക്കിംഗ്, പബ്ലിക് സ്പീക്കർ, ഒറേറ്റർ, ഇത് 4-1 അവരുടെ പ്രധാന കലാമേഖല. ഇതുമായും ബന്ധമുണ്ട്. അല്ല, അവരുടെ പെർഫോമിംഗ് ആർട്ട് എന്ന് പറഞ്ഞത് ഇത് 4-1 തന്നെയാണോ സ്പെസിഫിക്കായി? ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ലൈക്ക് ശിവ് ഖേര, അല്ലെങ്കിൽ ഒരു ഷെഫ്, ഒരു മീൻസ് മീഡിയ ഷെഫ്, അല്ല, അത്തരത്തിലൊരു പെർഫോമറാണോ? ഇതിലേതെങ്കിലും ആണോ അവരുടെ പ്രധാന പെർഫോമൻസ്? അല്ല. പക്ഷേ അവരുടെ പെർഫോമിംഗ് ആർട്ടിന് ഇതുമായി അല്ല, ബന്ധമുണ്ട്. അത് ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയ്ക്ക് സംഗീതവുമായി ബന്ധമുണ്ടെന്ന് പറയുമല്ലോ, അതുപോലെയല്ല അവരുടെ പക്ഷേ പെർഫോമൻസ് സൊസൈറ്റിയെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവരുടെ പെർഫോമിംഗ് ആർട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കുക്കിങ്ങോ ഒന്നുമല്ല. ലിജീഷ്, ഞാൻ ഉത്തരം കണ്ടെത്തണമെന്ന് വലിയ നിർബന്ധമാണ് അല്ലേ? നോക്കൂ, ലിജീഷ് വളരെ സുതാര്യനാണ്. അതുകൊണ്ടാണ് ലിജീഷ് എനിക്ക് വഴിയൊരുക്കി തരികയാണ്. തീർച്ചയായും അങ്ങയെപ്പോലൊരു പ്രതിഭാതനായ മനുഷ്യനെ ഈ വേദിയിൽ വന്നിരുന്ന് പരാജയപ്പെടുത്തണമെന്ന ആഗ്രഹത്തിലേ അല്ല ഞാൻ ഈ വേദിയിലിരിക്കുന്നത്. മറിച്ച് ഞാൻ ആഗ്രഹിച്ച, ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പേര് അശ്വമേധത്തിലൂടെ മലയാളിയുടെ ഉള്ളിലെത്തണം എന്ന ആഗ്രഹത്തിൽ മാത്രമാണ് ഞാൻ ഇരിക്കുന്നത്. 30 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. ഇല്ല. 30 വയസ്സിന് മുകളിൽ പ്രായം എന്നുള്ള ചോദ്യം തൊട്ട് മുൻപേ ചോദിക്കണമായിരുന്നു. അതില്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ക്യൂളിനറി എക്സ്പെർട്ടിലോട്ടും മറ്റും എൻ്റെ ചിന്ത പോവില്ലായിരുന്നു. ഗുഡ്. ഓക്കെ, 14ാമത്തെ ചോദ്യം. മതപരം, ആത്മീയം, ശാസ്ത്രം, ഔദ്യോഗികം ഇവയുമായി ബന്ധപ്പെട്ടതാണ്? അല്ല. അല്ല. ഒരു സംഭവം, ബന്ധുത്വം, മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻറ്റോ കിൻഷിപ്പോ ആണോ? ഒരു ഇൻസിഡൻ്റാണ്. താങ്ക് യു. ബന്ധുത്വവുമായി ബന്ധമുള്ള ഒരു ഇൻസിഡൻറ്റുമാണ്. വളരെ പ്രശസ്തിയുള്ള ഒരാളിൻ്റെ ബന്ധു എന്നുള്ളതാണോ? അപ്പം ബന്ധുത്വം അല്ല. അല്ല. ഇൻസിഡൻ്റാണ്, ബന്ധുത്വം അല്ല. 16 നല്ല ഇൻസിഡൻ്റ് ആണ്. എ ഗുഡ് ഇൻസിഡൻറ്റ്, ഒരു അച്ചീവ്മെൻറ്റ് അല്ല. നല്ല ഇൻസിഡൻ്റ് അല്ല. അല്ല. 16 ചോദ്യങ്ങൾ രാജസൂയം.
ആ ഇൻസിഡൻറ്റിൽ ഇവർ വിക്റ്റിമായിരുന്നു. ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് അംഗീകാരങ്ങൾ നേടാൻ കഴിഞ്ഞു? ഉണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ ഇൻസിഡൻറ്റിന് ബന്ധുത്വവുമായി കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ ബന്ധു ബ്രദറില്ലായാണോ? അതെ. ലിജീഷ് കുമാർ, എൻ്റെ 20ാമത്തെ ചോദ്യം. താങ്കൾ വിചാരിച്ച വ്യക്തി നിരവധി മലയാള ചലച്ചിത്രങ്ങൾക്ക് ആ വ്യക്തിയല്ല വിഷയമായ ഒരു സംഭവമാണ് എങ്കിൽ പോലും ഇന്നും അവിടെ നടന്ന ആ കാരണം കൊണ്ടല്ല എങ്കിലും പ്രണയനിരാസത്തിൻ്റെ പേരിൽ ഈ കേരളത്തിൽ പോലും വാർത്തകളിൽ വല്ലാതെ ഇടം പിടിപ്പിക്കുന്ന വേദനാജനകമായ ഒരു പ്രവൃത്തിയിൽ സ്വന്തം ജീവിതം വല്ലാതെ കണ്ട് തകർന്നു പോവുകയും ആ തകർച്ചയ്ക്കിടയിൽ വ്രണിതമോ ഒരുപക്ഷെ വിരൂപമോ ഒക്കെയായി മാറിയ സ്വന്തം ശരീരത്തിൽ നിന്നും ഉയിർക്കൊണ്ട പുതിയ ജീവനോടുകൂടി ആന്തരികമായ സൗന്ദര്യത്തിൻ്റെ മഹാതലങ്ങൾ ഈ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണോ? ആണ്. ഇനി ഒരു ചോദ്യമേ ഉള്ളൂ. ഏറ്റവും അതിശയിപ്പിക്കുന്ന പോരാട്ടം എന്ന് അന്തർദേശീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അമ്ലാക്രമണങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിനെ നിർവചിച്ചിട്ടുണ്ടോ? ഉണ്ട്. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. കടുത്ത ആക്രമണത്തിന് വിധേയയായ ഒരു പെൺകുട്ടി ആസിഡ് അറ്റാക്കാണ്. നമ്മൾ ഈ ആസിഡ് അറ്റാക്ക് സിനിമയിലൊക്കെ കാണുന്ന കാലമാണ്. ഒരു ആസിഡ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ശരീരം വല്ലാതെ പുറത്തു കാണിക്കാൻ കഴിയാത്ത മുറിക്കകത്ത് അടച്ചിടപ്പെട്ട് തളർന്ന് അവസാനിച്ചു പോകുന്ന മനുഷ്യ ജീവിതങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഈ പത്രവാർത്തകളിൽ കാണുന്ന എണ്ണമല്ല സത്യത്തിൽ ആസിഡ് അറ്റാക്കുകളുടെ എണ്ണം. വളരെ ഈ കണ്ടുപിടിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമേ മോഷ്ടാക്കളെ മാത്രമേ നമ്മൾ അറിയാറുള്ളൂ എന്ന് പറഞ്ഞതുപോലെ രേഖപ്പെടുത്തുന്നതിൽ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യയിൽ ഓരോ വർഷവും നടക്കുന്ന ആസിഡ് അറ്റാക്കുകൾ. പ്രണയനിരാസത്തിൻ്റെ പേരിൽ, ലൈംഗിക താല്പര്യം നിഷേധിച്ചതിൻ്റെ പേരിൽ, സാമ്പത്തികമായ കാരണങ്ങളുടെ പേരിൽ, എന്തിന് പാരൻ്റൽ ആയി ലഭിച്ച രക്ഷകർത്ത അച്ഛനമ്മമാരിൽ നിന്ന് ലഭിച്ച പിതൃസ്വത്ത് സ്വന്തമാക്കുന്നതിൻ്റെ പേരിൽ വരെ അമ്ലാക്രമണങ്ങൾ, ആസിഡ് അറ്റാക്കുകൾ നടന്നു ഇന്ത്യയിലെമ്പാടും. കേരളത്തിലേറെക്കുറെ നടക്കുന്നത് പ്രണയാഭ്യർത്ഥന നിരസിച്ചപ്പോഴാണ് ചരിത്രത്തിൽ. പക്ഷേ ആസിഡ് അറ്റാക്കിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞ ഒരു സ്ത്രീ പിന്നീട് വിശ്വസൗന്ദര്യ മത്സരങ്ങളിലെ മോഡലായി പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ മോഡലായി പ്രത്യക്ഷപ്പെടുകയും ആ പ്രത്യക്ഷപ്പെടലിനെ സമൂഹത്തിൻ്റെ മുന്നിൽ തൻ്റെ പോരാട്ടത്തിൻ്റെ അടയാളമായി പ്രഖ്യാപിക്കുകയും ചെയ്യാൻ ഒരാളിന് കഴിയുന്നത് കൊണ്ടാണ് അവരുടെ ആ പോരാട്ടത്തിനെ ദ ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾ ഓർ റാദർ ദ മോസ്റ്റ് റിഡിക്കുലസ് സ്ട്രഗിൾ എന്നന്ന് വിശേഷിപ്പിച്ചത്. രേഷ്മ ഖുറേഷിയെ മോഡലായി ഒരുക്കിയത് ആരാണെന്നറിയോ? അർച്ചന കൊച്ചാർ എന്ന് പറയുന്നത് ഇന്ന് ഈ കണ്ടംപററി ഇന്ത്യൻ ഡിസൈനേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് അർച്ചന കൊച്ചാർ ഫാഷൻ വീക്കിൽ, ന്യൂയോർക്ക് ഫാഷൻ വീക്കിൽ ഇവരെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരവിടെ അംഗീകാരങ്ങൾ നേടിക്കഴിഞ്ഞ് തിരിച്ച് ഇവരിറങ്ങിക്കഴിഞ്ഞപ്പോൾ വന്ന ഹെഡ്ലൈനാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ടൈറ്റിലായി വന്നത് ദ മോസ്റ്റ് റിഡിക്കുലസ് ഹ്യൂമൻ സ്ട്രഗിൾ എന്ന് വന്നത്, അല്ലേ? ഏറ്റവും എന്താ പറയുക, അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തമായ മനുഷ്യ പോരാട്ടം എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സെലക്ഷൻ. എന്താണ് പുതിയ പുസ്തകത്തിൻ്റെ കൺസെപ്റ്റ്? അമ്ലാക്രമണമാണോ? അല്ല, വർത്തമാന പുസ്തകം എന്ന് പറഞ്ഞ് മാതൃഭൂമി ബുക്സിൽ നിന്നൊരു പുസ്തകം ഫെബ്രുവരിയിൽ പുറത്തു വരുന്നുണ്ട്. അതിതുപോലെ ഉള്ള വർത്തമാനങ്ങളാണ്. രേഷ്മ ഖുറേഷിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംസാരം ആ പുസ്തകത്തിലുണ്ട്. ഓക്കെ. എവിടെ വെച്ചാണ്? രേഷ്മ ഖുറേഷി ട്രിവാൻഡ്രത്ത് വന്നിരുന്നു. അവരൊരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ സംസാരിച്ചു. ഞാനും രേഷ്മയും തമ്മിൽ നടത്തിയ സംഭാഷണം മാതൃഭൂമി വീക്കിലി പൊള്ളിച്ചിട്ടും പൊലിയാത്തവൾ എന്ന കവർ സ്റ്റോറിയായി പ്രസിദ്ധീകരിച്ചിരുന്നു. രേഷ്മ സത്യത്തിൽ അന്ന് തന്നെ കരയിച്ചിരുന്നു. രേഷ്മയെപ്പോലെ ഉള്ള മനുഷ്യർ നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം മറികടന്ന്. രേഷ്മയുടെ
നേട്ടത്തിൽ വന്ന ഏറ്റവും മനോഹരമായ കൊട്ടേഷൻ അതാണ്, റെഡിക്കുലസ് സ്ട്രഗിൾ എന്നാണ്. ആ ഒരു സ്ട്രഗിൾ എങ്ങനെ റെഡിക്കുലസ് ആകാം എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റാണ് എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ വായിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആസിഡ് അറ്റാക്സ് നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നിലവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അമ്ലാക്രമണങ്ങൾ നടക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. ലിപ്സ്റ്റിക്കിനെ കുറിച്ച് രേഷ്മ ചെയ്തൊരു വീഡിയോ വ്ളോഗിനകത്ത് രേഷ്മ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആസിഡ് പോലെ ഇതും എളുപ്പം വിപണിയിൽ. അതിൽ രേഷ്മയുടെ ആ ഇൻ്റർവ്യൂവിലാണ് കോദർമ മൈൻസ് എന്ന് പറയുന്ന ഈ മൈക്ക മൈൻസിലെ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങളെക്കുറിച്ച് പിന്നീട് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത് ആളുകളുടെ ഇടയിൽ പഠിക്കാൻ. അവിടെ ഏറ്റവും കൂടുതൽ അർബുദ രോഗബാധിതരുണ്ടാകുന്നത് ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരല്ല, ലിപ്സ്റ്റിക്ക് സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള മൈക്ക ഖനനമുണ്ടല്ലോ, അതിലേർപ്പെടുന്നവരിൽ മോർ ദാൻ 40% രോഗികളായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ലോകത്തിൻ്റെ മൈക്ക ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഇപ്പോഴും ഇന്ത്യയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആസിഡ് അറ്റാക്കുകൾ ഇന്ത്യയിലാണ്. പോരാട്ടങ്ങളുടെ ശക്തിയും വാക്കും ഇന്ത്യയിൽ തന്നെയാണ് താനും. രേഷ്മ ബാനോ ഖുറേഷി, ഇന്ത്യൻ ആക്ടിവിസ്റ്റ്, മോഡൽ, എഴുത്തുകാരി. 2014 ഒരു ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച രേഷ്മ സമാനമായ അനുഭവങ്ങളുള്ളവരുടെ പ്രതിനിധിയായി ആഗോളതലത്തിൽ തിളങ്ങുന്നു. സ്വന്തം സഹോദരിക്ക് നേരെയുള്ള ആക്രമണം ആളുമാറിപ്പോയതിനെ തുടർന്നാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് തിരിച്ചറിഞ്ഞ രേഷ്മ പ്രതിയായ സഹോദരി ഭർത്താവിനെ നിയമപരമായി തന്നെ നേരിട്ട് അയാൾക്ക് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തു. മുഖത്തേറ്റ മാരകമായ പൊള്ളലിനെ അതിജീവിച്ച രേഷ്മയെ ആഗോളതലത്തിൽ ശ്രദ്ധേയയാക്കിയത് 2016 നടന്ന ന്യൂയോർക്ക് ഫാഷൻ വീക്കിലെ റാംപ് വാക്കായിരുന്നു. അവരുടെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച് ഇരുട്ടിൽ കഴിയുന്നവർക്കുള്ള വെളിച്ചമാണ്. ബീയിങ് രേഷ്മ എന്ന ഓർമ്മക്കുറിപ്പിൽ തനിക്ക് നേരിടേണ്ടി വന്ന ആക്രമണത്തെക്കുറിച്ചും അവഗണനയെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് രേഷ്മ ബാനോ ഖുറേഷി. ലിജീഷ്, ഇറ്റ് വാസ് എ ഗ്രാൻഡ് സെലക്ഷൻ. താങ്ക് യു. പറയൂ ലിജീഷ്, ഇത് ഇനി രേഷ്മ ഖുറേഷി അല്ലായിരുന്നെങ്കിൽ സരസ്വതി അമ്മയെ വിചാരിക്കാൻ ആലോചിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, രേഷ്മ ഖുറേഷി അല്ലായിരുന്നെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതും മറ്റൊരു സ്ത്രീ ആയിരുന്നു. പക്ഷേ അവർ ഇന്ത്യൻ ആയിരുന്നില്ല, അവരൊരു അറബ് സ്ത്രീ ആയിരുന്നു, ജുമാന ഹദാദ്. എത്തില്ലായിരുന്നു ഞാൻ, അതെത്താൻ സാധ്യതയില്ലായിരുന്നു. ബട്ട് ദിസ് വാസ് യുവർ ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ? ഇതെൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ. ജുമാന ഹദാദാണ് അറേബ്യ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇറോട്ടിക് മാഗസിൻ ആദ്യമായി പുറത്തിറക്കിയ സ്ത്രീ, ജസാദ് എന്ന് പറയുന്ന. അങ്ങനെ ജുമാനയെപ്പോലെ അല്ലെങ്കിൽ രേഷ്മയെപ്പോലെയൊക്കെയുള്ള പെണ്ണുങ്ങൾ അഴിച്ചുവിടുന്ന ഈ ആകാശങ്ങൾ കുറേ കൂടെ വിസ്തൃതമായ ലോകം സൃഷ്ടിക്കണം എന്ന് പറയാൻ അശ്വമേധത്തിൻ്റെ വേദിയാണ്, അങ്ങേക്കൊപ്പം നിൽക്കലാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ലിജീഷ് വിചാരിക്കുന്നത് രേഷ്മയായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് വിചാരിക്കുന്നത് ജുമാനയായിരിക്കും. സ്ത്രീകൾ അഴിച്ചുവിടുന്ന ചിന്തയുടെ ആകാശങ്ങളെക്കുറിച്ച് ലിജീഷ് സംസാരിക്കും എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കരുതിയതുമില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു വാചകം ചേർത്ത് പറയട്ടെ. സരസ്വതി അമ്മയുടെ പേര് ലിജീഷ് വിചാരിക്കും എന്ന് ഞാൻ കരുതിപ്പോയത് തെറ്റി. പക്ഷേ സരസ്വതി അമ്മയുടെ പേരിലുള്ള പെൺ പോരാട്ടത്തിനെ അക്ഷരക്കരുത്താക്കി മാറ്റിയ സരസ്വതി അമ്മയുടെ പേരിലുള്ള പുരസ്കാരം നേടാൻ, പുരസ്കാരത്തിന് എന്തുകൊണ്ടും അർഹൻ തന്നെയാണ് താൻ എന്ന് ചിന്തയിലൂടെയും വാക്കിലൂടെയും തെളിയിച്ച ലിജീഷ് കുമാറിന് പ്രേക്ഷകരുടെയും എൻ്റെയും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ. പ്ലീസ് അനീഷ. ലിജീഷ്, ഇത് അശ്വമേധത്തിൻ്റെ സ്നേഹോപഹാരമാണ്. ഒപ്പം രേഷ്മ ഖുറേഷിയെ മനസ്സിൽ ഓർമ്മിച്ചതിന് ഒരുപാട് സന്തോഷവും. താങ്കളുടെ ആദ്യത്തെ ഓപ്ഷൻ രേഷ്മ ഖുറേഷി ആയതുകൊണ്ട് മാത്രമാണ് താങ്കളുടെ മനസ്സിൽ വിചാരിച്ചത് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. താങ്കളുടെ രണ്ടാമത്തെ ഓപ്ഷൻ ജുമാനയെ കണ്ടെത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു. സത്യത്തിൽ എവിടെയോ അത്തരമൊരു വാർത്ത വായിച്ചിട്ടുണ്ട്, ഇറോട്ടിക് മാഗസിൻ. അപ്പോൾ ഇതിൻ്റെ വാർത്ത എവിടെയൊക്കെയോ വായിച്ചു പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആളിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ യു ചോസ് ഫോർ രേഷ്മ. താങ്ക് യു. ഇത് മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മ നൽകുന്ന ഒരു ഉപഹാരം. ലിജീഷ് കുമാറിൻ്റെ കഞ്ചാവെന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അദ്ദേഹം ശ്രീ മമ്മൂട്ടിയെക്കുറിച്ച് എഴുതിയ പുതിയ പുസ്തകത്തിൻ്റെ പേര് വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്ന ഒന്നാണ്. എന്താണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞു?
കണ്ട് കണ്ട് പെരുകുന്ന കടൽ. കണ്ട് കണ്ട് പെരുകുന്ന കടലാണ് മമ്മൂട്ടി എന്ന്. കണ്ട് കണ്ട് പെരുകുന്ന കടലാകണം നമുക്ക് ചുറ്റുമുള്ള ഓരോ കാഴ്ചയും. ഒരുപക്ഷെ ചില ജീവിതങ്ങളും കണ്ട് കണ്ട് മനസ്സിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി കരുതൽ സൂക്ഷിക്കുവാനുള്ള ഉൾക്കാഴ്ചകളെ വല്ലാതെ കണ്ട് പെരുകിപ്പിക്കും. കണ്ട് കണ്ട് പെരുകണം നമ്മുടെ മനസ്സിലെ നന്മ. ആ നന്മയ്ക്ക് പെരുകുവാനുള്ള മറുവാക്കിന് അങ്ങനെയും ഒരു പേര്, രേഷ്മ ഖുറേഷി. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.